ഹലോ, സദാകൃഷ്ണൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ടില്ലേ, നമ്മളിന്ന് നല്ലൊരു അടിപൊളി മിക്സർ മുട്ടായിയാണ് ചെയ്യാൻ പോകുന്നത്. നമുക്കത് എങ്ങനെയൊന്ന് ചെയ്യാൻ നോക്കിയാലോ. നമുക്കിതിന് ആദ്യമായിട്ട് നമുക്കൊന്ന് കുറച്ച് മിക്സർ ഉണ്ടാക്കിയെടുക്കണേ. അതിന് ഞാനിവിടെ ഒരു 1.5 കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് നമ്മൾ നൂൽപുട്ടിൻ്റെ ഒക്കെ അരിപ്പൊടിയില്ലേ, അതും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം അത് രണ്ടും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമുക്കൊരു പിഞ്ച് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കളറിന് വേണ്ടിയിട്ട് നമുക്കൊരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കളർ ചേർക്കേണ്ടവർക്ക് അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. അതിനുശേഷം വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ആദ്യം കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. കടലപ്പൊടി ആകുമ്പം അധികം വെള്ളം വേണ്ട. അപ്പോൾ ഇതേപോലെ ഒരു 1/2 കപ്പോളം വെള്ളം എനിക്ക് വേണ്ടി വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കി ഒഴിച്ചാൽ മതി, ശ്രദ്ധിച്ചൊഴിക്കണം. അതിലേക്ക് നമുക്കൊരു ടീസ്പൂണോളം ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിതാ ഈ ഒരു രീതിയിൽ കുഴച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് നമുക്കൊരു ശർക്കരപ്പാനി ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/2 കപ്പ്, അധികം വെള്ളമൊന്നും വേണ്ട, 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്തൊന്ന് വയ്ക്കാം. അപ്പോഴേക്കും ഞാൻ ഇതേപോലെ നമുക്ക് മിക്സർ എടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ പരന്ന പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എപ്പോഴും നമ്മൾ മിക്സർ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ പരന്ന പാൻ തന്നെ എടുക്കണം. അധികം ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ഇതാ നൂൽപുട്ടിൻ്റെ അച്ചാണ് ഞാൻ എടുത്തേക്കുന്നത്. നമുക്കിതിലോട്ട് ആ മാവ് എടുത്ത ശേഷം പരത്തി ചുട്ടെടുക്കാം. ഒരുപാട് തീയൊന്നും കൂട്ടി വെക്കേണ്ട, പെട്ടെന്ന് കരിഞ്ഞു പോകും. നമ്മുടെ കൈയൊന്നും പൊള്ളാതെ നോക്കണം. നമ്മൾ ഇതിലോട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ആവി കയ്യിലോട്ട് കയറാൻ ചാൻസ് ഉണ്ട്. ശ്രദ്ധിച്ച് ചെയ്താൽ മതി. നമ്മുടെ ഒരു സൈഡ് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അത് നമുക്കിനി തിരിച്ചും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കണം. ഭയങ്കര വെയിലാട്ടോ, ഉദിച്ചു വരുന്ന കിഴക്കൻ വെയിലാണ്. അതാണ് ശരിക്കും ഇത് കാണാനത്. അതാണ് നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും മൂത്ത് കളർ മാറുമൊന്നും വേണ്ട. ജസ്റ്റ് മഞ്ഞ കളർ നിങ്ങൾക്ക് കാണാമല്ലോ, ഈ ഒരു കളർ തന്നെ നമുക്കത് വാങ്ങിയെടുക്കണം. ഞാൻ 2 ട്രിപ്പ് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തീ വളരെ സിമ്മാക്കി വെച്ചിട്ടുണ്ട് ചെയ്യാൻ. എൻ്റെ കയ്യിലോട്ടൊക്കെ നന്നായിട്ട് ആവി കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. ഇതുപോലെ മിക്സർ മുട്ടായി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ മിക്സർ ഉണ്ടാക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. നമുക്ക് കടകളിൽ നിന്ന് വാങ്ങിയിട്ട് അത് ചേർത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ മുട്ടായി ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ 2 ട്രിപ്പ് ഇതേപോലെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്നാവും കേട്ടോ, ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് മൊരിഞ്ഞ് കിട്ടും. ഈ സമയം തന്നെ നമ്മൾ ശർക്കര അടുപ്പത്ത് വെച്ചുകൊണ്ട് അത് പെട്ടെന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേഗം കാര്യങ്ങൾ ഇടിപിടിയിൽ നിന്ന് തീർക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഇത് സെറ്റായിട്ടുണ്ട്. ഞാനിപ്പോൾ ശർക്കര നമ്മൾ ഉരുക്കി എന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ വേറൊരു പാനിലേക്കൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും ശർക്കരപ്പാനി എപ്പോഴും അരിച്ചെടുക്കണം, കല്ലും മണ്ണും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതാ നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് കുറുക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് നമുക്കൊരു 2-3 ഏലക്ക ഒന്ന് ചതച്ച് അതൊന്നിട്ട് കൊടുക്കാം. ശർക്കരപ്പാനി ഇത് നമുക്ക് കടലമുട്ടായി ഒക്കെ ഉണ്ടാക്കുന്ന ആ രീതിയിലൊന്ന് നമുക്കൊന്ന് കിട്ടണം. അതുവരേക്കും നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. നമ്മൾ ഈ മിക്സർ എടുത്ത് വെച്ചിട്ടില്ലേ, അതൊന്ന് ജസ്റ്റ് കൈകൊണ്ടൊന്ന് പൊടിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അത് തൊടുമ്പോൾ തന്നെ പൊടിഞ്ഞു പോകും, വളരെ സോഫ്റ്റാണ്. നമ്മൾ ശർക്കരപ്പാനി ഇതേപോലെ ചെയ്യുമ്പം എപ്പോഴും ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അതുപോലെ തന്നെ നമ്മളൊരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ച് നമുക്കത് റെഡി ആയോ എന്ന് നോക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഞാൻ കറക്റ്റ് അതിൻ്റെ പരുവം ശരിക്കും കാണിച്ചു തരാം. റെഡിയാകുമ്പോൾ നമ്മൾ വെള്ളത്തിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നത് സ്പ്രെഡ് ആവാതെ പെട്ടെന്നത് കട്ടയായിട്ട് തീരും. ആ ഒരു രീതിയിലാവുമ്പം നമുക്ക് മിക്സർ അതിലോട്ട് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുമ്പോൾ കണ്ടില്ലേ, അത് ഫുള്ള് സ്പ്രെഡായി പോകുന്നത് കണ്ടില്ലേ. അങ്ങനെ ആവാൻ പാടില്ല. നമ്മളൊരു തുള്ളി ഒഴിച്ചു കൊടുത്താൽ അത് അവിടെ തന്നെ അപ്പം തന്നെ അത് കട്ടിയായിട്ട് വരും. ഇത് ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം. ഈ ശർക്കരപ്പാനി റെഡിയാക്കുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഏകദേശം ആയി വരുന്നുണ്ട്. ഇപ്പോഴും കണ്ടില്ലേ, ശർക്കര കണ്ടില്ലേ ഇങ്ങനെ ഉരുക്കി ഇങ്ങനെ നമുക്ക് ഒട്ടി വരുന്ന രീതിയിലാണ്. അങ്ങനെയല്ല വേണ്ടത്. ഇതാ നമ്മുടെ റെഡി ആയിട്ടുണ്ട് ശർക്കരപ്പാനി. കണ്ടില്ലേ, നമ്മൾ ഒഴിക്കുമ്പോൾ തന്നെ അതേപോലെ അപ്പം തന്നെ അവിടെ കട്ടിയായി വരുന്നത് കണ്ടില്ലേ. ആ ഒരു രീതിയിൽ നമുക്ക് ആവുമ്പോഴാണ് ഇതേപോലെ മിക്സർ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത്. നമുക്ക് ആ മിക്സറെല്ലാം കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം.
നമുക്കിതുപോലെ ഈ സാധാരണ മിക്സിയിൽ കിട്ടുന്ന പൊട്ടുകടലയോ അതേപോലെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഈ ബൂന്തി പോലെ മധുരം അത് കിട്ടുമല്ലോ, അതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ നല്ലൊരു അടിപൊളി കടലമുട്ടായി ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് പോയി കാണണം. സിമ്പിളായിട്ട് നമുക്കത് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ ചാനലിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമ്മുടെ മിക്സർ മുട്ടായിൻ്റെ പരിപാടികളൊക്കെ ഏകദേശം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഈ സമയം തന്നെ നമുക്കൊരു സ്റ്റീൽ പാത്രത്തിൽ എണ്ണയൊക്കെ തടവി എടുത്ത് വയ്ക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ്. അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് കട്ടയായി പോവും. അപ്പം ഞാൻ എന്താ ഒരു എണ്ണയൊക്കെ തടവി സ്റ്റീൽ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഈ മിക്സർ അതിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് കറക്റ്റ് വലുപ്പത്തിൽ സ്ക്വയർ ഷേപ്പുള്ള ചെരുവം പോലത്തെ പാത്രം കിട്ടുകയാണെങ്കിൽ അതും കറക്റ്റ് രീതിയിൽ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും കേട്ടോ. എൻ്റെ കയ്യിൽ അങ്ങനത്തെ പാത്രം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതേപോലെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള പ്ലേറ്റാണ് എടുത്തേക്കുന്നത്. നമുക്കിതൊന്ന് കറക്റ്റ് വലുപ്പത്തിലാക്കിയെടുക്കണേ. അതിന് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സോ എന്ത് വെച്ചിട്ടാണെങ്കിലും നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിത് ചൂടോടെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണേ. കാരണം ഇത് കുറച്ച് കഴിഞ്ഞ് തണുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കട്ട് ചെയ്യാൻ കഴിയില്ല. നമ്മളിത് ഫേസ്ബുക്കിലൊക്കെ കാണുന്ന പോലെ ഇത് ചെയ്തെടുക്കുന്ന സ്ഥലങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് നല്ല വൃത്തിയായിട്ട് നമുക്കിത് വീട്ടിൽ തന്നെ കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കാം. ഇത് 10 മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ കേട്ടോ. നമുക്ക് വേഗം ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമുക്കിതുപോലെ സ്ക്വയർ രൂപത്തിൽ നമുക്കൊന്ന് മുറിച്ചെടുക്കാം. അപ്പം നമ്മുടെ മിക്സർ മുട്ടായി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനൊക്കെ. അപ്പം നമുക്കിത് ചൂടോടെ ആയതുകൊണ്ട് നല്ല കട്ടിയായിട്ടുണ്ടാവില്ല. അപ്പം നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ചൂടൊക്കെ ആറി നമ്മുടെ മിക്സർ മുട്ടായി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മിക്സർ മുട്ടായിൻ്റെ റെസിപ്പി വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ ബൈ.